മറ്റൊരു ടൈപ്പാണ് ഫിൽറ്റർ പോയിന്റ് വെൽസ് എന്ന് പറയുന്നത്. അതായത് അരിപ്പ കിണറുകൾ എന്ന് പറഞ്ഞിട്ട് കിണറുകളുണ്ട്. ഓക്കെ, ഇവിടെ എങ്ങനെയാണെന്ന് നോക്കി. ദ ടേം ഫിൽറ്റർ പോയിന്റ് വെൽസ് ആർ യൂസ്ഡ് ഫോർ ദ ഷാലോ ട്യൂബ് വെൽസ് ഡഗ് ഇൻ സാൻഡി റീജിയൻസ്. ഓക്കെ, അതായത് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന ഫിൽറ്റർ പോയിന്റ് വെൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് അരിപ്പ കിണറുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം മണൽ, ഓക്കെ, സാധാ മണ്ണല്ല, മണൽ. അപ്പം മണൽ നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ ഡിഗ് ചെയ്യുന്ന ആഴം കുറഞ്ഞ ടൈപ്പ് കിണറുകളെയാണ് നമ്മൾ ഫിൽറ്റർ വെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടീഷ്യൻ വെൽസിനെ കുറിച്ചാണ്. ഓക്കെ, അതായത് ആർട്ടീഷ്യൻ കിണറുകൾ. എന്താണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് നോക്കിക്കേ. ലെറ്റ് ദർ ബി എ പെർമിയബിൾ റോക്ക് ലെയർ ഇൻ ബിറ്റ്വീൻ ടു ഇംപെർമിയബിൾ റോക്ക് ലെയേഴ്സ്. പെർമിയബിൾ എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അതായത് വെള്ളത്തെ പോസിൻ്റെ, അതായത് സുഷിരങ്ങളുടെ ഇടയിലുള്ള ആ സ്പേസിലൂടെ വെള്ളത്തെ കടത്തി വിടുന്ന അവസ്ഥയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർമിയബിൾ റോക്ക് ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെള്ളത്തെ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ കടത്തി വിടുന്ന ടൈപ്പ് റോക്ക് ലെയർ ആണ് പെർമിയബിൾ റോക്ക് ലെയർ എന്ന് പറയുന്നത്. ഇംപെർമിയബിൾ റോക്ക് ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ വെള്ളത്തെ കടത്തി വിടാത്ത പാറകളെയാണ് ഇംപെർമിയബിൾ റോക്ക് ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കേ, രണ്ട് ഇംപെർമിയബിൾ റോക്ക് ലെയേഴ്സ്, അതായത് വെള്ളത്തെ കടത്തി വിടാത്ത രണ്ട് ഇംപെർമിയബിൾ റോക്ക് ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയിലായിട്ടൊരു റോക്ക് ലെയർ പെർമിയബിൾ ആണ്, വെള്ളത്തെ കടത്തി വിടുന്നതാണ്. ഓക്കെ, അപ്പം അവിടെ നിന്ന് നോക്കി നടക്കുന്നത് വാട്ടർ വിൽ റൈസ് ടു ദി സർഫസ് ഓട്ടോമാറ്റിക്കലി ഡ്യൂ ടു പ്രഷർ ഇഫ് വി ഡിഗ് ടു ദിസ് പെർമിയബിൾ റോക്ക് ലെയർ. സച്ച് വെൽസ് ആർ നോൺ ആസ് ആർട്ടീഷ്യൻ വെൽസ്. ഓക്കെ, അതായത് ഈ ഒരു പിക്ചർ നോക്ക്. അതായത് ഇതിൻ്റെ അകത്ത് ഈ കാണുന്നത് ഒരു ഇംപെർമിയബിൾ റോക്ക് ലെയർ ആണ്, ഇതും ഒരു ഇംപെർമിയബിൾ റോക്ക് ലെയർ ആണ്. ഓക്കെ, ഈ രണ്ട് റോക്ക് ലെയറും എന്ത് ചെയ്യത്തില്ല? അതിൻ്റെ പോർ സ്പേസിലൂടെ എന്ത് ചെയ്യില്ല? വെള്ളത്തെ കടത്തി വിടില്ല. ഓക്കെ, അതുകൊണ്ട് അവർ വെള്ളത്തെ സ്റ്റോർ ചെയ്യത്തില്ല. ഓക്കെ, എന്നാൽ ഈ രണ്ട് റോക്ക് ലെയറിൻ്റെ നടുക്കായിട്ട് വേറൊരു ലെയറുണ്ട്. ആ റോക്ക് ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിയബിൾ ആണ്. അതായത് ഈ വെള്ളത്തെ എന്താണ്? അതിൻ്റെ പോഴ്സിലൂടെ കടത്തി വിടുന്ന ടൈപ്പ് അല്ലെങ്കിൽ വെള്ളത്തെ സ്റ്റോർ ചെയ്യുന്ന ടൈപ്പ് റോക്ക് ലെയർ ആണ് ഈ നടുക്കുള്ള റോക്ക് ലെയർ. അതുകൊണ്ടാണ് അതിനെ പെർമിയബിൾ റോക്ക് ലെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ലെയറിലോട്ട് നമ്മൾ സർഫസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കുഴിക്കുന്നു. ഓക്കെ, അതായത് ഈ പറയുന്ന പെർമിയബിൾ റോക്ക് ലെയറിൻ്റെ അങ്ങോട്ടേക്ക് നമ്മളൊരു കുഴിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? അവിടെ ഒരു പ്രഷർ, ഒരു സമ്മർദ്ദം ഉണ്ടാകും. ഓക്കെ, ഒരു പ്രഷർ ഉണ്ടാകും. അപ്പോൾ ആ പ്രഷറിൻ്റെ ഭാഗമായിട്ട് എന്താണ്? ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ പെർമിയബിൾ ലെയറിൻ്റെ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം എങ്ങോട്ട് വരും? സർഫസിലോട്ട് പൊങ്ങി വരും. ഓക്കെ, അങ്ങനെ സർഫസിലോട്ട് വെള്ളം പൊങ്ങി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഉണ്ടാകുന്ന ഒരു പ്രഷർ കാരണം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഡിഗ് ചെയ്യുന്ന എങ്ങോട്ടാണ്? ഈ പെർമിയബിൾ ലെയറിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ കുഴി കുത്തുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പ്രഷർ വരുന്നു. ആ പ്രഷറിൻ്റെ ഭാഗമായിട്ട് എന്താണ്? അവിടെയുള്ള വെള്ളം മുകളിലേക്ക് റൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അങ്ങനെ കുഴിച്ച് ഉണ്ടാക്കുന്ന കിണറിനെയാണ് നമ്മൾ ആർട്ടീഷ്യൻ വെൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി മറ്റൊന്നാണ് സ്പ്രിംഗ്, നീരുറവ എന്ന് പറയും. ഓക്കെ, യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് സ്മോൾ സ്ട്രീംസ് ഫൗണ്ട് ഇൻ ദി ഹിൽ സ്ലോപ്സ് ആൻഡ് കോർട്ട്യാർഡ്സ്. ഓക്കെ, ഹിൽ സ്ലോപ്സിലും കോർട്ട്യാർഡ്സിലും ഒക്കെ നമ്മൾ ചെറിയ എന്താണ്? സ്ട്രീമുകൾ, അരുവികൾ കാണാറുണ്ട് അല്ലേ. ഓക്കെ, നീരുറവ. ഓക്കെ, ഡ്യൂറിങ് റെയിനി സീസൺസ് അറ്റ് സം പ്ലേസസ് ദിസ് വിൽ ഹാവ് റെഗുലർ ഫ്ലോ വൈൽ ഇറ്റ് dries up at many instants soon after the end of rainy season. ഓക്കെ, അപ്പോൾ ചില ഹിൽ സ്ലോപ്സിലൊക്കെ കാണുന്ന ഈ സ്പ്രിംഗ് എന്ന് പറയുന്ന സാധനം, നീരുറവ എന്ന് പറയുന്നത് റെയിനി സീസണിൽ മാത്രം കാണുന്നതാണ്. ഓക്കെ, അതെന്താണ്? അത് ചിലത് എന്താണ്? ഈ റെയിനി സീസൺ, മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് വറ്റിപ്പോകും. ഓക്കെ, അങ്ങനത്തെ നീരുറവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് മഴ പെയ്യുന്ന സമയത്ത്, മഴക്കാലത്ത് അതിൽ വെള്ളം ഉണ്ടാകും, ഈ സ്പ്രിങ് നിലനിൽക്കും, അല്ലെങ്കിൽ ആ നീരുറവ ഫില്ലായിട്ട് നിൽക്കും. അത് കഴിയുമ്പോൾ എന്താണത്? വറ്റിപ്പോകും. ചിലത് എങ്ങനെയാണ്? കണ്ടിന്യൂസ്ലി മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ്? വെള്ളം കൊണ്ട് ഫിൽഡ് ആയിരിക്കും. ഓക്കെ,
അപ്പം നോക്കിക്ക് എന്തുകൊണ്ടാണ് വാട്ടർ വിൽ ബി ഫ്ലോയിങ് ഔട്ട് അലോങ് ദി സർഫേസ് വേർ എവർ വാട്ടർ ടേബിൾ ടച്ചസ് ദി ഗ്രൗണ്ട്. ദിസ് ഇസ് നോൺ ആസ് സ്പ്രിംഗ്. ഓക്കെ, അതായത് ഈ വാട്ടർ ടേബിളിലെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ജലപീഠം, അത് നമ്മളുടെ ഗ്രൗണ്ട് സർഫസിനോട് ടച്ച് ചെയ്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തോട് ടച്ച് ചെയ്താണ് ഈ വാട്ടർ ടേബിള് നിൽക്കുന്നത്. അതായത് നമ്മളുടെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ സർഫസ്, അതാണ് നമ്മുടെ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഈ ഗ്രൗണ്ട് സർഫസുമായിട്ട് ടച്ച് ചെയ്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി അവിടെ എന്തുണ്ടാവും? വാട്ടർ ഫ്ലോ ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ടാണ് ചില സ്ട്രീംസ് ഒന്നും എന്ത് ചെയ്യാത്തത്, വറ്റിപ്പോകാത്തത്. അങ്ങനത്തെ സ്ട്രീംസിന് അല്ലെങ്കിൽ ആ ഒരു സോഴ്സസിന്, വാട്ടർ സോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പ്രിംഗ് എന്ന് വിളിക്കുന്നത്, നീരുറവ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അറ്റ് സം പ്ലേസസ് സച്ച് വാട്ടർ ഫ്ലോസ് ആർ ക്യാരക്ടറൈസ്ഡ് വിത്ത് ഹോട്ട് വാട്ടർ. These are known as hot springs. ഓക്കെ, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പ്ലേസിലൂടെ ഒഴുകുന്ന വാട്ടർ എന്താണ്? ചൂട് വാട്ടർ ആയിരിക്കും, ചൂടുവെള്ളമായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനത്തെ ചൂടുവെള്ളം ഒഴുകുന്ന നീരുറവയാണ് നമ്മൾ ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. അതിന് ചൂട് നീരുറവ എന്നാണ് പറയുന്നത്. ഓക്കെ, ഹോട്ട് സ്പ്രിങ്സ്. ഓക്കെ, അപ്പം നീരുറവ എങ്ങനെയാണ്? അതായത് നമ്മുടെ ഗ്രൗണ്ട് സർഫസുമായിട്ട് നമ്മുടെ വാട്ടർ ടേബിള് ടച്ച് ചെയ്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി അതിൽ എന്തുണ്ടാകും? വാട്ടർ ഫ്ലോ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചില സ്ഥലങ്ങളിൽ ഈ നീരുറവ എന്താണ്? ഹോട്ടാണ്, അവിടുത്തെ വെള്ളത്തിന് ചൂടാണ്. ഓക്കെ, അപ്പം അങ്ങനെ ചൂടായിട്ടുള്ള വെള്ളമാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹോട്ട് സ്പ്രിങ്ങിനൊരു പിക്ചറാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ സ്ഥലത്തെ വെള്ളം എന്താണ്? ചൂടായിരിക്കും, ചൂടുള്ള ഒരു സ്ട്രീമാണ് ഇത്. ഓക്കെ, അപ്പോൾ അതാണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് എ സ്പ്രിംഗ്? സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിക്കേ. വാട്ടർ വിൽ ബി ഫ്ലോയിങ് ഔട്ട് അലോങ് ദി സർഫസ് വെയർ എവർ വാട്ടർ ടേബിൾ ടച്ചസ് ദി ഗ്രൗണ്ട്. ദിസ് ഈസ് നോൺ ആസ് സ്പ്രിംഗ്. ഓക്കെ, അതായത് ഗ്രൗണ്ടുമായിട്ട് ഈ വാട്ടർ ടേബിൾ ടച്ച് ചെയ്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂസ്ലി ഒരു വാട്ടർ ഫ്ലോ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പ്രിംഗ് എന്ന് വിളിക്കുന്നത്, നീരുറവ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് ഗീസേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഗീസറുകൾ നോക്കിക്കേ. The phenomenon of severe ejection of water from within the earth at regular intervals is known as geysers. അതായത് അണ്ടർഗ്രൗണ്ടിലുള്ള ഈ വാട്ടർ, വെള്ളം എന്താണ്? കണ്ടിന്യൂസ്ലി, സ്പ്രിംഗ് പോലെ കണ്ടിന്യൂസ്ലി പുറത്തോട്ട് ഫ്ലോ ചെയ്യല്ല, ഓരോ റെഗുലർ ഇൻ്റർവെൽസിലും, അതായത് ഓരോ പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ മാത്രം ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പുറത്തോട്ട് സർഫസിലോട്ട് വരുന്നു. ഓക്കെ, അങ്ങനത്തെ ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗീസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് എന്ത്? ഗീസറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം US-ലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൽ ഇതുപോലൊരു നാച്ചുറൽ ഗീസർ ഉണ്ട്. ഓക്കെ, അതിൻ്റെ പിക്ചറാണിത്. ഓക്കെ, അതായത് എല്ലായ്പ്പോഴും അതിൽ നിന്ന്, ഭൂമിയുടെ ഉള്ളിൽ നിന്ന് എന്ത് വരത്തില്ല? വെള്ളം പുറത്തേക്ക് വരത്തില്ല. ഓരോ റെഗുലർ ഇൻ്റർവെൽസിൽ, ഓരോ ടൈം പീരീഡ് കഴിയുമ്പോഴുമാണ് ഈ ഭൂമിക്കുള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക്, അത് ചൂടുവെള്ളവും ആവിയുമാണ് ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗീസറുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഹോട്ട് സ്പ്രിങ്സിലും ഗീസേഴ്സിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ചൂടുവെള്ളം ആകുന്നത്? എന്തുകൊണ്ടാണെന്ന് നോക്കിയേ. The water that seeps through the fissures on the earth comes in contact with the magma. Fissures of the earth comes in contact with the magma and leads to the formation of hot springs and geysers. അതായത് ഭൂമിയുടെ വിടവുകളിലൂടെ ഇറങ്ങുന്ന ഈ വെള്ളം, ഓക്കെ, മാഗ്മ നമുക്കറിയാം ഭയങ്കര ചൂടാണല്ലേ. അപ്പം മാഗ്മയുമായിട്ട് കോണ്ടാക്റ്റ് ആകുന്നത് കൊണ്ടാണ് അവിടുത്തെ വെള്ളം, അതായത് ഹോട്ട് സ്പ്രിങ്സിലെയും ഗീസേഴ്സിലൊക്കെ വെള്ളം എന്താകുന്നത്? ചൂടുവെള്ളമായിട്ട് പുറത്തു വരുന്നത്. ഓക്കെ, പിന്നെയോ വെറ്റ്ലാൻഡ്സ്, തണ്ണീർത്തടങ്ങൾ. ഓക്കെ, വെറ്റ്ലാൻഡ്സ് ആർ ദി നാച്ചുറൽ സിങ്ക്സ് ഓഫ് സർഫസ് വാട്ടർ. അപ്പം സർഫസ് വാട്ടറിലെ നാച്ചുറൽ സിങ്ക്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? വെറ്റ്ലാൻഡ്സ് ആണ്. അതായത് ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന
സ്വാഭാവിക ഇടങ്ങളെയാണ് നമ്മൾ വെറ്റ്ലാൻഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെറ്റ്ലാൻഡ്സിന് എക്സാമ്പിളാണ് പാഡി ഫീൽഡ്സ്, വയലുകൾ, പോൺസ്, സ്വാമ്പി റീജിയൻ ഒക്കെ, അതായത് വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ താഴ്ന്ന പ്രദേശങ്ങൾ. ഓക്കെ, ഇപ്പം പാഡി ഫീൽഡ്, ഈ പോൺസ്, സ്വാമ്പി റീജിയൻ എന്നൊക്കെ പറയുന്നത് താഴ്ന്ന പ്രദേശങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവയൊക്കെയാണ് ഈ വെറ്റ്ലാൻഡിൻ്റെ കാറ്റഗറിയിൽ പെടുന്നത്, അല്ലെങ്കിൽ വെറ്റ്ലാൻഡിന് എക്സാമ്പിളാണ് ഇവയൊക്കെ. ഓക്കെ, ദ വാട്ടർ സ്റ്റോർഡ് ഹിയർ ഫോം പാർട്ട് ഓഫ് ദി ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ, അതായത് പാഡി ഫീൽഡ്സ് അല്ലെങ്കിൽ ഇതേപോലെ പോൺസ്, സ്വാമ്പി റീജിയൻസ്, ചതുപ്പ് നിലങ്ങൾ, ഇവിടെയൊക്കെ ഫില്ല് ചെയ്ത് കിടക്കുന്ന വാട്ടർ ഉണ്ടല്ലോ, ആ വാട്ടർ എവിടെ നിന്നുള്ളതാണ്? അത് ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെ പാർട്ടാണ്. ഓക്കെ, അതായത് ഈ ഭൂഗർഭ ജലത്തിൻ്റെ ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ് ഇവിടെയെല്ലാം, അതായത് ഈ പാഡി ഫീൽഡ്സിലും പോൺസിലും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന ഈ വെള്ളം എന്ന് പറയുന്നത്. ഓക്കെ, റീക്ലമേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് വിച്ച് ആർ the natural sinks of water will lead to several environmental problems. ഓക്കെ, അതായത് ഈ പല സ്ഥലങ്ങളിലും എന്താണ് ഈ കൺസ്ട്രക്ഷൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഈ പറയുന്ന വെറ്റ്ലാൻഡ്സ്, തണ്ണീർത്തടങ്ങൾ എന്ത് ചെയ്യും? നികത്തും, അല്ലേ? അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഈ തണ്ണീർത്തടങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ നാച്ചുറൽ സിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവ നികത്തി കഴിഞ്ഞാൽ അത് ഒരുപാട് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കും. എന്തൊക്കെ പ്രോബ്ലംസ് ആണെന്ന് നോക്കിക്കേ. ലോവറിങ് ഓഫ് വാട്ടർ ലെവലിംഗ് വെൽസ്, അതായത് ഇങ്ങനെ ഇത് നിരത്തി കഴിയുമ്പോൾ അതെന്താകും? ഈ വെല്ലിലെ, അതായത് കിണറുകളിലെ വെള്ളം എന്ത് ചെയ്യും? കുറയും. ഓക്കെ, കിണറുകളിൽ ജലനിരപ്പ് താഴുന്നതിന് കാരണമാകുന്നു. ഫ്ലഡ്സ് ബിക്കം കോമൺ ഇൻ റിവേഴ്സ് ഈവൻ ഇൻ സ്ലൈറ്റ് റെയിൻസ്, അതായത് ചെറിയ ചെറിയ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ വെറ്റ്ലാൻഡ്സ് ഒക്കെ നികത്തുന്നത് മൂലം ഉണ്ടാകുന്ന നാച്ചുറൽ പ്രോബ്ലംസ് ആണ് ഈ പറയുന്നത്. ലോവറിങ് ഓഫ് വാട്ടർ ലെവൽസ് ഇൻ വെൽസും, ഫ്ലഡ്സ് ബിക്കം കോമൺ ഇൻ റിവേഴ്സ് ഈവൻ ഇൻ സ്ലൈറ്റ് റെയിൻസ്, അതായത് ചെറിയ മഴ പെയ്താൽ പോലും പെട്ടെന്ന് ഫ്ലഡുകളൊക്കെ ഉണ്ടാവുന്നതിന് കാരണം ഇതാണ്. ഓക്കെയോ? ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. ത്രെഡ്സ് ടു വാട്ടർ റിസോഴ്സ്, അതായത് ഈ പറയുന്ന വാട്ടർ റിസോഴ്സസ് നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. ഓക്കെ, ഈവൻ ദി അവൈലബിൾ ഫ്രഷ് വാട്ടർ സോഴ്സസ് ആർ ഓൺ ദി വേർജ് ഓഫ് ഡിപ്ലീഷൻ, അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെയും കണ്ടു, അതായത് ഭൂമിയിലെ ആകെ ഏറ്റവും കുറവ് ശതമാനം മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ സോഴ്സസ് ആയിട്ട് ഉള്ളൂ. അതുപോലും എന്താണ്? ഇപ്പം വരണ്ടുകൊണ്ടിരിക്കുകയാണ്, വറ്റി വരണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഓൺ എർത്ത് ഈസ് കോൺസ്റ്റന്റ്, നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഭൂമിയിലെ വെള്ളത്തിൻ്റെ മൊത്തത്തിലുള്ള അളവ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയാം അല്ലേ? നമ്മൾ വാട്ടർ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞതൊക്കെ. ഓക്കെ, ഹെൻസ് ദി പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ഓക്കെ, അപ്പം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള എമൗണ്ടിലാണ് നമ്മുടെ ഭൂമിയിൽ വെള്ളമുള്ളത്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ഈ ഫ്രഷ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇൻക്രീസ് ഇൻ ദി കൺസംഷൻ ഓഫ് വാട്ടർ ഹാസ് ഓൾസോ ഇൻഫ്ലുവൻസ് ദി അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അതായത് വാട്ടറിൻ്റെ ഉപയോഗം കൂടുന്നതും അതേപോലെ തന്നെ പോപ്പുലേഷൻ കൂടുന്നതും ഒക്കെ ഈ വാട്ടറിൻ്റെ അവൈലബിലിറ്റി എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി മറ്റെന്താന്ന് നോക്കിയേ. വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, ജലമലിനീകരണമാണ് മറ്റൊരു കാരണം, എൻവയോൺമെൻറ്റൽ പ്രോബ്ലം എന്ന് പറയുന്നത്. നോക്കിക്കേ, ദി അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദി ഫിസിക്കൽ, chemical and biological properties of water is termed as water pollution. ഓക്കെ, അതായത് ഈ ജലത്തിന് എന്താണ്? ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫോം ഉണ്ട്. അത് ഫിസിക്കലാണേലും കെമിക്കലാണേലും ബയോളജിക്കലാണേലും നാച്ചുറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട് അല്ലേ ജലത്തിൽ. എന്നാൽ അതിലൊക്കെ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ പറയുന്ന പോലെ കെമിക്കൽ ചേഞ്ചസ്, ബയോളജിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ ജലത്തിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അതെന്തുകൊണ്ടാണ്? വാട്ടർ പൊല്യൂഷൻ കാരണമാണ്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാട്ടർ പൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇത് ജലത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായ മാറ്റത്തെയാണ് ജലമലിനീകരണം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ യൂസ്ഫുൾ അല്ല, ഹാംഫുൾ ആയിട്ടുള്ള മാറ്റങ്ങൾ ഈ പറയുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, വാട്ടറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലോ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസിലോ അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോപ്പർട്ടീസിലോ വന്നാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാട്ടർ പൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് എ സീരിയസ് ഇഷ്യൂ ദ മോഡേൺ വേൾഡ് ഈസ് ഫേസിങ് ടുഡേ. ഓക്കെ, നമുക്കറിയാം അല്ലേ, അതായത് ശുദ്ധജലം കിട്ടുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇപ്പം മോഡേൺ ആയിട്ടുള്ള നമ്മളുടെ സൊസൈറ്റി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ശുദ്ധജലം ഇല്ലായ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് കാരണം എന്താണ്? നമ്മളുടെ ഈ ഭൂമിയിൽ ഫ്രഷ് വാട്ടർ തന്നെ വളരെ കുറവാണ്. എന്നാൽ ഉള്ളതിൽ പകുതിയും എന്താണ്? പൊല്യൂട്ടഡ് ആണ്. ഓക്കെ, നമ്മൾ തന്നെ പൊല്യൂട്ട് ചെയ്തിരിക്കുന്ന വാട്ടറാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാത്തത്? ഫ്രഷ് വാട്ടർ അധികം ലഭിക്കാത്തത്. ഓക്കെ, ദിസ് ഹാസ് ടു ബിക്കം എ സബ്ജക്റ്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ഇൻ മെനി കൺട്രീസ്. അതായത് മിക്ക രാജ്യങ്ങളിലും ഇതൊരു ദേശീയ പ്രാധാന്യമായിട്ടുള്ളൊരു വിഷയമായിട്ട് മാറിയേക്കുവാണ് ഈ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. വി ഹാവ് എ ലോ എൻഫോഴ്സിങ് ദി കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ ഇൻ അവർ കൺട്രി. ഓക്കെ, അപ്പം ഈ ജലമലിനീകരണത്തെ നിയന്ത്രിക്കുന്നതിന് നമ്മളുടെ രാജ്യത്ത് എന്താണ്? നിയമമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ദി ലോ ഓൺ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, അപ്പം നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ആ ഒരു ലോയിന് ഏതാണ് ആ ലോ എന്ന് പറഞ്ഞത്? ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, ലോ ഓൺ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്ത് ഈ മലിനീകരണത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നത് അല്ലേ, ആ നിയമമാണിത്. അതായത് ലോ ഓൺ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ സൊസൈറ്റി നേരിടുന്ന ഒരു ബിഗ് ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു മോഡേൺ വേൾഡ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ വിഷയം എന്താണ്? വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടർ ഇല്ല, അല്ലെങ്കിൽ വാട്ടർ പൊല്യൂട്ടഡ് ആണ് എന്നത് മാത്രമല്ല, ഇത് അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഓക്കെ, അപ്പോൾ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇൽ എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ നോട്ട് ഓൺലി അഫക്ട്സ് ദി അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ. ഓക്കെ, അപ്പം ഫ്രഷ് വാട്ടർ നമുക്ക് ലഭിക്കത്തില്ല എന്ന ഒരു പ്രശ്നം മാത്രമല്ല വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. പിന്നെ എന്താണ്? ബട്ട് ലീഡ്സ് ടു പൊല്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് എയർ ആസ് വെൽ. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ പൊല്യൂഷൻ എന്തിലോട്ട് നയിക്കും? ലാൻഡ് പൊല്യൂഷനിലോട്ടും എയർ പൊല്യൂഷനിലോട്ടും നയിക്കും. ഓക്കെ, അപ്പോൾ വാട്ടർ പൊല്യൂട്ട് ആയാൽ ലാൻഡും പൊല്യൂട്ടാകും, അതേപോലെ തന്നെ നമ്മളുടെ വായു എയറും പൊല്യൂട്ടാകും. ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ പുട്ട് ടു ഡേഞ്ചർ. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൽ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് വാട്ടർ എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് ഈ ലിവിങ് ഓർഗാനിസംസിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറാണ്. എന്നാൽ വാട്ടർ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ അത് ഹ്യൂമൻസിനെ മാത്രമല്ല ബാധിക്കുന്നത്, ഇവിടെയുള്ള മറ്റ് അനിമൽസിനെയും അതേപോലെ തന്നെ പ്ലാന്റ്സിനെയും ഒക്കെ ബാധിക്കും. അവരുടെ എല്ലാം ജീവൻ എന്താക്കും? ഡേഞ്ചറിലാക്കും. ഓക്കെ, അവരുടെ എല്ലാ എക്സിസ്റ്റൻസിനെ ഈ വാട്ടർ പൊല്യൂഷൻ ബാധിക്കും. ഓക്കെ, ഫ്രഷ് വാട്ടർ ഹാസ് ടു ബി ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് ദി പീപ്പിൾ. ഓക്കെ, അതായത് ജനങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു അവകാശത്തിൽപ്പെട്ടതാണ് എന്ത്? ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്, ശുദ്ധമായ ജലം ലഭിക്കുക എന്ന് പറയുന്നത്. എന്നാൽ എല്ലാവർക്കും അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വാട്ടർ പൊല്യൂഷൻ്റെ ദൂഷ്യഫലങ്ങൾ, ഇൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വാട്ടർ പൊല്യൂട്ടഡ് ആയാൽ ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ പ്രശ്നങ്ങളാകും. ഒരുപാട് ജീവജാലങ്ങൾക്ക്, മനുഷ്യർക്ക് കൂടാതെ മറ്റൊരുപാട് ജീവജാലങ്ങൾക്ക്, പ്ലാന്റ്സിനാണെങ്കിലും അനിമൽസിനാണെങ്കിലും ഒക്കെ ഇതെന്ത് ചെയ്യും? ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഓക്കെ, ഇനി അപ്പോൾ ഇങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാട്ടറിനെ കൺസേർവ് ചെയ്യണം. അതായത് ഈ ജലത്തെ എന്ത് ചെയ്യണം? സംരക്ഷിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. നോക്കിക്കേ, നേച്ചർ പ്രൊവൈഡ്സ് ഇനഫ് വാട്ടർ ഫോർ അസ്. അതായത് നമുക്ക് ആവശ്യമുള്ള ജലം ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ സോൾവ് ദി ഇഷ്യൂ ഓഫ് വാട്ടർ സ്കേഴ്സിറ്റി ആൻഡ് ഡ്രോട്ട് ഇഫ് വി മേക്ക് യൂസ് ഓഫ് ദി റെയിൻ വാട്ടർ ഇഫക്റ്റീവ്ലി. ഓക്കെ, അതായത് ഈ വെള്ളമില്ലായ്മയും അതേപോലെ ക്ഷാമവും അതേപോലെ തന്നെ ഈ വരൾച്ചയും ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന
പ്രോബ്ലംസ് ആണ്. എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് നേച്ചറിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാണ് എന്ത്, മഴ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ മഴ വെള്ളത്തെ സംഭരിക്കാൻ അല്ലെങ്കിൽ അതിനെ നന്നായി യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വാട്ടർ സ്കേഴ്സിറ്റിയും അതേപോലെ തന്നെ ഡ്രോട്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫ്ലഡിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്ലഡ് ക്യാൻ ഓൾസോ ബി കൺട്രോൾഡ് to some extent through this. ഓക്കെ, ഇനി സോയിൽ ഈസ് ദി ലാർജസ്റ്റ് സ്റ്റോർ ഹൗസ് ഓഫ് വാട്ടർ. നമുക്കറിയാം അല്ലേ എങ്ങനെയാണ് ഈ വാട്ടറിനെ കൺസേർവ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ റെയിൻ വാട്ടറിനെ നന്നായി യൂസ് ചെയ്താൽ നമുക്ക് വാട്ടർ സ്കേഴ്സിറ്റി കുറയ്ക്കാം, ഡ്രോട്ട് മാറ്റിയെടുക്കാം, വരൾച്ച മാറ്റിയെടുക്കാം, പിന്നെ ഫ്ലഡ് വരുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അതായത് ഫ്ലഡിനെ നമുക്ക് തടയാനായിട്ട് പറ്റും, വെള്ളപ്പൊക്കം വരാതെ നോക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതിനൊക്കെ എന്താ മാർഗം? നമ്മൾ ഓൾറെഡി പറഞ്ഞു സോയിലാണ് നേച്ചറിലെ ഏറ്റവും വലിയ സ്റ്റോർ ഹൗസ് എന്ന് പറഞ്ഞു അല്ലേ. വാട്ടറിൻ്റെ സ്റ്റോർ ഹൗസ് സോയിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, റെയിൻ വാട്ടർ പെർക്കുലേറ്റ് ചെയ്യുന്നതിലൂടെയാണ്, ഈ സോയിലിൻ്റെ പോഴ്സിലൂടെയാണ് പെർക്കുലേറ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ എത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ സോയിൽ ഈസ് ദി ലാർജസ്റ്റ് സ്റ്റോർ ഹൗസ് ഓഫ് വാട്ടർ. അലൗവിങ് ഈച്ച് ഡ്രോപ്പ് ഓഫ് റെയിൻ വാട്ടർ to percolate at the place where it falls is the basic principle in water conservation. ഓക്കെ, അപ്പം ഈ വാട്ടർ കൺസർവേഷൻ അല്ലെങ്കിൽ ജലത്തെ സംരക്ഷിക്കുന്നതിലെ ഏറ്റവും അടിസ്ഥാനമായ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഓരോ തുള്ളി മഴവെള്ളവും വീഴുന്ന സ്ഥലത്ത് തന്നെ താഴാൻ അനുവദിക്കുക എന്നതാണ് ജലസംരക്ഷണത്തിലെ അടിസ്ഥാന തത്വം. ഓക്കെ, അപ്പോൾ മഴ പെയ്യുമ്പോൾ ആ വെള്ളത്തെ താഴാൻ അനുവദിക്കാതിരുന്നാൽ ആ വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ മണ്ണിലേക്ക് വെള്ളത്തെ താഴാനായിട്ട് നമ്മൾ അനുവദിക്കണം. ഓക്കെ, ആർട്ടിഫിഷ്യലായിട്ടുള്ള ടൈലിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യത്തില്ല, ഈ മണ്ണിലൂടെ താഴ്ന്നിറങ്ങത്തില്ല. ഓക്കെ, അവിടെ അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഈ വാട്ടർ സംഭരിക്കപ്പെടത്തില്ല. ഓക്കെ, അതുകൊണ്ട് എവിടെയാണോ മഴവെള്ളം വന്ന് വീഴുന്നത് അവിടെ ആ വെള്ളത്തെ താഴാനായിട്ട് നമ്മൾ അനുവദിക്കണം എന്നതാണ് ഈ വാട്ടർ കൺസർവേഷനിലെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് us കളക്ട് റെയിൻ വാട്ടർ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, മഴവെള്ളത്തെ എന്ത് ചെയ്യാൻ പറ്റും, ശേഖരിക്കാനായിട്ട് പറ്റും. നോക്കിക്കേ, കേരള ഈസ് സ്ലോപ്പിംഗ് ടുവേർഡ്സ് വെസ്റ്റ്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ ഒരു ജോഗ്രഫി എന്ന് പറഞ്ഞാൽ വെസ്റ്റ് സൈഡിലോട്ട് സ്ലോപ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് കേരള എന്ന് പറയുന്നത്. ഓക്കെ, ആസ് എ റിസൾട്ട് അബൌട്ട് 70% ഓഫ് ദി റെയിൻ വാട്ടർ റിസീവ്ഡ് ഫ്ലോസ് സ്വിഫ്റ്റ്ലി ടുവേർഡ്സ് ദി സീ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലോപ്പ് ആയിട്ടുള്ള റീജിയനിലാണ് ഈ നമ്മളുടെ ജോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ നമ്മളുടെ കേരള കിടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് മഴയിലൂടെ കിട്ടുന്ന 70% വെള്ളവും എന്താണ്, കടലിലേക്ക് ഒഴുകി എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ചരിഞ്ഞാണ് കേരളത്തിൻ്റെ കിടപ്പ്. ലഭിക്കുന്ന മഴയുടെ 70% ഇതുമൂലം വളരെ വേഗം കടലിലേക്ക് എന്ത് ചെയ്യുന്നു, ഒഴുകി പോകുന്നു. അതായത് അതിന് മണ്ണിലേക്ക് താഴാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ വളരെ ചുരുക്കമാണ്. കാരണം ഇതൊരു സ്ലോപ്പ് ഏരിയയാണ്, ചരിഞ്ഞ് കിടക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ മഴവെള്ളം എവിടെ എത്തുന്നു, കടലിലോട്ട് എത്തുന്നു. Forests, ponds, wetlands, sacred groves, etc. are the natural means to sink water to the soil. ഓക്കെ, അപ്പോൾ ഈ മഴവെള്ളത്തെ മണ്ണിൽ താഴ്ത്താൻ പ്രകൃതി ഒരുക്കിയ സംവിധാനങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഫോറസ്റ്റിലും അതേപോലെ പോൺസിലും ഈ സേക്രഡ് ഗ്രൂവ്സിലും എന്നൊക്കെ പറഞ്ഞത്, അതായത് വനങ്ങൾ, കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കാവുകൾ, ഇതൊക്കെ നമ്മളുടെ കേരളത്തിൽ ധാരാളമുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യും, ഈ മഴവെള്ളം എന്ത് ചെയ്യും, സംഭരിക്കപ്പെടും. അതിലൂടെ അതെന്ത് ചെയ്യും, ഗ്രൗണ്ട് വാട്ടറിലോട്ട് എത്തും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭരിക്കപ്പെടുന്ന വെള്ളമാണ് കൂടുതലും നമ്മുടെ കേരളത്തിൽ ഗ്രൗണ്ട് വാട്ടറിലോട്ട് എത്തുന്നത്. അല്ലാതെ വരുന്ന മഴവെള്ളത്തിൽ 70% വെള്ളം എങ്ങനെയാണ് പോകുന്നത്, കടലിലോട്ട് നേരിട്ട് പോവുകയാണ്. ഇതിന് കാരണം നമ്മൾ പറഞ്ഞല്ലേ, നമ്മുടെ കേരളത്തിൻ്റെ ജോഗ്രഫി അങ്ങനെയാണ്. അതായത് ഒരു ചരിഞ്ഞാണ് അത് സ്ഥിതി ചെയ്യുന്നത്, നമ്മളുടെ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കൂടുതൽ മഴ പെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന കൂടുതൽ എമൗണ്ട് വെള്ളവും എങ്ങോട്ട് പോവുകയാണ്, കടലിലോട്ട് പോകുകയാണ്.
ഓക്കെ, എന്നാൽ ഇവിടെ നമുക്ക് എന്തുണ്ട്? നാച്ചുറൽ സിങ്സ് ഉണ്ട്. ഏതൊക്കെ? നമ്മുടെ ഫോറസ്റ്റ്, പോൺസ്, വെറ്റ്ലാൻഡ്സ്, സേക്രഡ് ഗ്രൂപ്പ്സ് ഒക്കെ. ഇവിടെയൊക്കെ ഈ മഴവെള്ളം എന്ത് ചെയ്യും? തങ്ങി നിൽക്കും. എന്നിട്ട് അതിൽ നിന്ന് പതിയെ എന്ത് ചെയ്യും? ഇത് ഗ്രൗണ്ട് സർഫസിലോട്ട് എന്ത് ചെയ്യും? താഴ്ന്നിറങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ദീസ് നാച്ചുറൽ സിസ്റ്റംസ് ആർ വാനിഷിംഗ് ഡ്യൂ ടു ദി അൺസയൻറ്റിഫിക് ഇൻ്റർവെൻഷൻസ് ഓഫ് മാൻ. ഓക്കെ, എന്നാൽ ഇങ്ങനെയുള്ള ഈ പറയുന്ന നാച്ചുറൽ സിങ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പതിയെ എന്താണ്? ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട്, അശാസ്ത്രീയമായ പ്രവൃത്തികൾ കൊണ്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെയുള്ള നമ്മളുടെ കേരളത്തിൻ്റെ നാച്ചുറൽ സിങ്സ് ഒക്കെ എന്ത് ചെയ്യാണ്? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹെൻസ് പേർപ്പസ്ഫുൾ ഇൻ്റർവെൻഷൻസ് ആർ ടു ബി മെയ്ഡ് ടു ഹാർവെസ്റ്റ് റെയിൻ വാട്ടർ. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്താണ്? നമ്മൾ ഈ മഴവെള്ള സംഭരണത്തിനുള്ള സാഹചര്യം ഒരുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, ബോധപൂർവമായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പം എങ്ങനെ നമ്മളുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. നമ്മളും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? തയ്യാറാകണം. നമ്മുടെ നാച്ചുറൽ സിങ്സ് ഒന്നും എന്ത് ചെയ്യരുത്? നിരപ്പാക്കി കളയരുത്. നമ്മൾ നാച്ചുറൽ സിങ്സിനെ വീണ്ടും ഇവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, harvesting rainwater is the best way to solve the problem of water scarcity. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ജലക്ഷാമത്തെ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വേ, നല്ല വഴി എന്ന് പറയുന്നത് ഈ ഹാർവെസ്റ്റിംഗ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. ഓക്കെ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആർട്ടിഫിഷ്യൽ വേയിൽ മാത്രമല്ല, നാച്ചുറൽ വേയിലുള്ള റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമ്മൾ അതിനുള്ള ചാൻസസും നേച്ചറിന് കൊടുക്കണം. അതായത് ജലത്തെ മണ്ണിൽ താഴ്ന്നിറങ്ങാനുള്ള അവസരങ്ങൾ ജലത്തിന് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലേ. എങ്ങനെയാണ് നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിക്കേ. പല വേസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതായത് മേൽക്കൂര മഴവെള്ള സംഭരണം. ഓക്കെ, പിന്നെയോ സർഫസ് റൺ ഓഫ് ഹാർവെസ്റ്റിംഗ്, അതായത് ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണം. അപ്പോൾ ഇത് ഓരോന്ന് നോക്കിക്കേ. ഒന്നാമത്തേത് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്, അതായത് മേൽക്കൂര മഴവെള്ള സംഭരണം. അതെങ്ങനെ നടത്തുന്നത് നോക്കിക്കേ. ദ ലെവൽ ഓഫ് ദി അണ്ടർഗ്രൗണ്ട് വാട്ടർ ക്യാൻ ബി റേസ്ഡ് എയ്തർ ബൈ ഡ്രെയിനിങ് ദി റെയിൻ വാട്ടർ ടു ദി ഗ്രൗണ്ട് ഓർ ബൈ കളക്ടിങ് ഇറ്റ് ഇൻ എ സ്റ്റോറേജ് ടാങ്ക്സ്. അതായത് ഈ മഴവെള്ളം കെട്ടിടത്തിൻ്റെ ഒക്കെ മേൽക്കൂരയിൽ വന്ന് വീഴുമ്പോൾ അതിൽ നിന്ന് എന്താണ്? ഈ വെള്ളത്തെ എന്ത് ചെയ്യണം? സംഭരണികളിൽ, ടാങ്ക്സിൽ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മഴവെള്ളം സംഭരണികളിൽ ശേഖരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ എങ്ങോട്ട് വിടണം? ഭൂമിയിലേക്ക് ഇറക്കി വിടണം. ഓക്കെ, മേൽക്കൂരയിൽ വന്ന് പതിക്കുന്ന വെള്ളത്തെ എന്ത് ചെയ്യണം? ഭൂമിയിലേക്ക് ഇറക്കി വിടാനുള്ള സംവിധാനം വേണം. ഓക്കെ, അങ്ങനെ എന്താണ്? അത് ഭൂഗർഭ ജലത്തിലോട്ട് ചെന്നെത്തിക്കോളും. ഓക്കെ, അണ്ടർഗ്രൗണ്ട് വാട്ടറിലോട്ട് ചെന്നെത്തിക്കോളും. ഓക്കെ, അതാണ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് സ്റ്റോറേജ് ഓഫ് സർഫേസ് റൺ ഓഫ്, അതായത് ഉപരിതലത്തിൽ നീരൊഴുക്കിൻ്റെ സംഭരണം. അതായത് നമ്മൾ പറഞ്ഞു, നമ്മളുടെ ലാൻഡ് ഒരു സ്ലോപ്പ് ഏരിയ ആയതുകൊണ്ട് എന്താണ് കൂടുതലും ഇങ്ങനെ എന്താണ് വെള്ളം പെട്ടെന്ന് ഒഴുകി കടലിലോട്ട് എത്തുന്ന തരത്തിലാണ് പോകുന്നത് അല്ലേ. എന്നാൽ ഈ ഒഴുകി പോകുന്ന വെള്ളത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശേഖരിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഒന്ന്, കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്, നമ്മളുടെ തണ്ണീർത്തടങ്ങളെയൊക്കെ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. ഓക്കെ, അത് ഈ പറയുന്ന സർഫസ് റൺ ഓഫ് വാട്ടറിന് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. പിന്നെയോ വനങ്ങൾ നിലനിർത്തുക, അതായത് ഫോറസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെയോ ടെറസ് ഫാമിംഗ്, ബഹുനില കൃഷി. ഓക്കെ, മറ്റൊന്നാണ് മൾച്ചിങ് എന്ന് പറഞ്ഞാൽ തട്ട് കൃഷി എന്ന് പറയും. ഓക്കെ, അത് ഈ റൺ ഓഫ് വാട്ടറിനെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. പിന്നെയോ കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, അതായത് തടയണകൾ നിർമ്മിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ഈ സർഫസ് റൺ ഓഫ് വാട്ടറിനെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ മറ്റൊന്നാണ് കൺസ്ട്രക്ഷൻ ഓഫ് മഡ് വാൾസ്, അതായത് കയ്യാലകൾ നിർമ്മിക്കുക. മറ്റൊന്നാണ് ഡിഗിങ് റെയിൻ വാട്ടർ പെർക്കൊലേഷൻ പിറ്റ്സ്, അതായത് മഴക്കുഴികൾ എന്ന് പറയും. ഓക്കെ, റെയിൻ വാട്ടർ പെർക്കുലേഷൻ പിറ്റ്സ്, ചെറിയ മഴക്കുഴികൾ ഡിഗ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ഈ റെയിൻ വാട്ടർ, അതായത് റൺ ഓഫ് ചെയ്യുന്നത്, അതായത് സർഫസ് റൺ ഓഫ് ആയിട്ടുള്ള റെയിൻ വാട്ടർ നീരൊഴുക്കുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, നെയിം 3 steps ടു പ്രൊട്ടക്റ്റ് വാട്ടർ. അതായത് ജലത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് പറയാനാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. നമ്മൾ പലതരത്തിലുള്ള റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമ്മൾ പറഞ്ഞല്ലേ. പിന്നെയോ മറ്റൊന്നാണ് കൺസർവേഷൻ ഓഫ് വാട്ടർ, ഈ ജലത്തെ സംരക്ഷിക്കുന്നതിലൂടെ. മറ്റൊന്നാണ് റീയൂസ് ഓഫ് വാട്ടർ, ജലത്തെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യുന്നതിലൂടെ. ഇതിലൂടെ ഈ 3 രീതികളിലൂടെ നമുക്ക് നമ്മളുടെ വാട്ടറിനെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഭൂമിയിലെ ജലത്തെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? വാട്ടർ ഓൺ എർത്ത് ആയിരുന്നു അല്ലേ. അതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് സോഴ്സ് ഓഫ് വാട്ടർ ആണ്. ഓക്കെ, അപ്പം സോഴ്സസ് ഓഫ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. വാട്ടർ, ഭൂമിയിലെ വാട്ടർ 2 ടൈപ്പാണെന്ന് പറഞ്ഞു, സർഫസ് വാട്ടറും ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ സോഴ്സ് ഓഫ് സർഫസ് വാട്ടർ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. സോഴ്സസ് ഓഫ് അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വെൽസിനെ കുറിച്ചും സ്പ്രിങ്സിനെ കുറിച്ചും പറഞ്ഞു. വെൽസിൻ്റെ അകത്ത് നമ്മൾ പലതരത്തിലുള്ള വെൽസ് ഉണ്ടെന്ന് പറഞ്ഞു, പലതരത്തിലുള്ള കിണറുകളുണ്ടെന്ന് പറഞ്ഞു. കോമൺ വെൽസ് ഉണ്ടെന്ന് പറഞ്ഞു, ഫിൽറ്റർ പോയിന്റ് വെൽസിൻ്റെ കാര്യം പറഞ്ഞു, ആർട്ടീഷ്യൻ വെൽസിൻ്റെ കാര്യം പറഞ്ഞു, ട്യൂബ് വെൽസിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? പിന്നെ ത്രെഡ്സ് ടു വാട്ടർ റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്ടർ റിസോഴ്സസ് നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ മെയിനായിട്ടുള്ള ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞു, പൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ. വാട്ടർ പൊല്യൂഷൻ വലിയൊരു ഇഷ്യൂ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുമൂലമുള്ള വാട്ടർ ഡെഫിഷ്യൻസിയുടെ കാര്യവും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. പിന്നെ എന്താ പറഞ്ഞത്? ഈ പറയുന്ന ഈ വാട്ടർ റിസോഴ്സസ് നേരിടുന്ന ഈ ഭീഷണിയിൽ നിന്ന് നമ്മളുടെ ഈ വാട്ടറിനെ, നമ്മളുടെ ജലത്തെ സംരക്ഷിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പറഞ്ഞു, കൺസർവേഷൻ ഓഫ് വാട്ടർ പറഞ്ഞു, പിന്നെ അതേപോലെ തന്നെ വാട്ടറിനെ എങ്ങനെ റീയൂസ് ചെയ്യാമെന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഈ സോഷ്യൽ സയൻസിലെ 12th ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നമ്മളുടെ ഭൂമിയിലുള്ള ജലം എന്തെല്ലാം ടൈപ്പാണെന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, നമ്മളുടെ വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, എങ്ങനെ അതിനെ സംരക്ഷിക്കാം, ഇന്ന് നമ്മളുടെ സൊസൈറ്റിയിൽ നേരിടുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ്, ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതേപോലെ നമ്മളുടെ ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമ്മളുടെ എക്സാം പോയിൻ്റ് ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാൽ ഇതെല്ലാം നമ്മുടെ എക്സാം പോയിൻറ്റിൻ്റെ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഗൈഡ് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.